വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നത് മോചനത്തിന്റെ പശ്ചാത്താപത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ബിബ്ലിക്കൽ. അപ്പം അതുപോലെ തന്നെയാണോ? മോചനം ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ ഈ ഇന്റർവ്യൂകളിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ഇത് ആക്ച്വലി അതാണോ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്? ഒരു അത് മാവാം, അത് മാവ പറയാൻ പാടില്ല, അത് മാവാം. അതെ, എന്തോ പറയാൻ വേണ്ടി റെക്കോർഡ് ചെയ്തു. ഇപ്പൊ പുള്ളിക്ക് പിന്നെ ഇതാണ് തന്നെ ഇന്റർവ്യൂവിന് വിളിച്ചാൽ സൂക്ഷിച്ച് കണ്ട് സംസാരിക്കണം. സസ്പെൻസ് എല്ലാം പോയില്ലേ, പിള്ളേര് ഒന്ന് രണ്ട് ചെറുപ്പക്കാരൊക്കെ ശരിയാ. ഞാൻ നുണക്കുഴി ചെയ്തു പറഞ്ഞു, സാറേ ഇങ്ങനത്തെ പടമൊന്നും ചെയ്തു, സാർ ത്രില്ലർ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇനിയും പടം ചെയ്യും അങ്ങനത്തെ. ഇപ്പൊ മോൻ അങ്ങനത്തെ പടമാണെന്ന് മനസ്സിലാകുമ്പോൾ തിയേറ്ററിലേക്ക് വരാതിരുന്നാൽ മതി. കാരണം വെറുതെ എന്തിനാ അവന്റെ പൈസയും കളഞ്ഞപ്പോ അവൻ ഡിസപ്പോയിന്റഡ് ആകുന്നു. ഒരു വെടിക്കെട്ടാണ് വലതുവശത്തെ കള്ളൻ. അതും പ്രഷർ പറയട്ടെന്ന് പറയുന്നത് പറയാൻ പോയിട്ട് എനിക്ക് തോന്നുന്നു ജോൾസനാണോ? ചേട്ടന്റെ ഫസ്റ്റ് മൂവി കൂദാശയാണ് റൈറ്റിംഗ് ചെയ്തത്. അതും ഒരു ക്രിസ്ത്യാനിറ്റി ഒരു ടച്ച് വന്ന ഒരു വേർഡും കാര്യങ്ങളൊക്കെയാണ്. അടുത്ത സിനിമയിൽ ഞാൻ ക്രിസ്ത്യൻസ് ആയിട്ട് വരില്ല. അതിനൊരു ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ വേറെ ബാക്ക്ഗ്രൗണ്ട് ചെറിയ ഓർമ്മിപ്പിച്ചത് നന്നായിരുന്നു.